ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് 2025 വർഷത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പ്രഭാത പ്രാർത്ഥനയാണ്. ഏറ്റവും അവസാനത്തെ ദിനമായ ഡിസംബർ 31 ഈ വർഷം മുഴുവനും കർത്താവ് നമ്മുടെ മേൽ കരുണ കാണിച്ചു. ഈ വർഷം മുഴുവൻ കർത്താവ് നമുക്കൊത്തിരി നന്മകളെ നൽകി. ചെറുതും വലുതുമായ നന്മകളെ ദൈനംദിന ജീവിതത്തിൽ നമുക്കായി നൽകി. കർത്താവിൻ്റെ സന്നിധിയിൽ അവിടുന്ന് നൽകിയ ചെറിയ കാര്യങ്ങളെ, വലിയ കാര്യങ്ങളെ ഇന്ന് ഓർത്ത് നമുക്ക് നന്ദി അർപ്പിക്കാൻ നമുക്ക് കഴിയണം. കർത്താവ് അരുളി ചെയ്യുന്നു, ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തൻ വലിയ കാര്യങ്ങളിലും വിശ്വസ്തനായിരിക്കും. ചെറിയ കാര്യങ്ങളെ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിക്കുമെന്ന് പ്രഭാഷകന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഇന്ന് നമുക്ക് നന്ദി അർപ്പിക്കാം. ആരൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അവരെ ഓർത്ത് ഇന്ന് നമുക്ക് നന്ദി അർപ്പിക്കാം, കർത്താവിന് നന്ദി അർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിലുണ്ടായ കൊച്ചു കൊച്ചു നന്മകളെ ഇന്ന് നമുക്ക് ഓർക്കാൻ സാധിക്കണം. നമുക്ക് ആ കൊച്ചു കൊച്ചു നന്മകളെ ഓർത്ത് നമുക്ക് നന്ദി അർപ്പിക്കാം. നാം പലപ്പോഴും വലിയ കാര്യങ്ങളെ മാത്രമേ ഓർക്കാറുള്ളൂ. കർത്താവ് ചെയ്ത വൻ കാര്യങ്ങളെ ഓർക്കും. എന്നാൽ ദൈനംദിന ജീവിതത്തിൽ അവിടുന്ന് ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെ നാം ഒരിക്കലും ഓർക്കാറില്ല. ഒരുപക്ഷെ ചെറിയ കാര്യങ്ങളായി നാം തള്ളിക്കളയും. ആ കാര്യങ്ങൾ നമുക്ക് നഷ്ടമാകുമ്പോൾ ആയിരിക്കാം അതിൻ്റെ വലിപ്പം അറിയുന്നത്, അതിൻ്റെ വിലയറിയുന്നത്. ഉദാഹരണത്തിന്, നാം ദൈനംദിനം എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ വീക്ഷണ ശക്തി എത്തുന്നിടമെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ കണ്ണിനെ ഓർത്ത്, ഈ കാഴ്ചയെ ഓർത്ത് നമ്മിൽ എത്ര പേർ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നുണ്ട്. എന്നാൽ ഒരു ദിവസം നമ്മുടെ കണ്ണിന് കാഴ്ച ഇല്ലാതെയാകുമ്പോഴാണ് കാഴ്ച ഇന്ന് വരെ കണ്ട കാഴ്ചകളെ കുറിച്ച് നമുക്ക് ഓർക്കാൻ സാധിക്കുന്നത്. അതൊരു വലിയ കാര്യമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ കണ്ണിൻ്റെ ആ കാഴ്ച ഒന്ന് കുറയുന്ന ഒരു ദിവസം അങ്ങനെ ഉണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ കണ്ണിൻ്റെ വില നൽകുന്ന ആ ദിവസം. അതുപോലെ നാം ശ്വസിക്കുന്ന ഈ വായു, ഒരു ചെറിയ ശ്വാസം ഓരോ സമയവും നാം എടുക്കുന്നു. ആലോചിക്കുക, ഈ ഒരു ചെറിയ ശ്വാസം നമുക്ക് എടുക്കാൻ കഴിവില്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ പോയി. അതിനാൽ ഇന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ചെറിയ കാര്യങ്ങളിൽ നമുക്ക് ചെറുതെന്ന് തോന്നുന്ന, എന്നാൽ അതെല്ലാം വലിയ കാര്യങ്ങളാണ്. ഒന്നും ചെറുതായില്ല, എല്ലാം വലിയ കാര്യങ്ങളാണ്. എന്നാൽ നമ്മുടെ ദൃഷ്ടിയിൽ ചെറുതെന്ന് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനെ പലപ്പോഴും നാം അവഗണിക്കാറുണ്ട്. എന്നാൽ കർത്താവ് അരുളി ചെയ്യുന്നു, ഇന്ന് നമുക്കതിന് നന്ദി അർപ്പിക്കാം. അതിനെ ഓർത്ത് കർത്താവിന് നന്ദി അർപ്പിക്കുക. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തത പാലിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ ഒരു വർഷത്തെ കാലം നമുക്കൊന്ന് പിറകോട്ട് തിരിഞ്ഞ് ചിന്തിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ വലുതും ചെറുതും എന്ന് നാം കരുതുന്ന കാര്യങ്ങൾ ഒന്ന് ഓർത്തു നോക്കുക. എത്രയെത്ര അനുഗ്രഹങ്ങളാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. കേൾക്കാൻ നമ്മുടെ ചെവിക്ക് കഴിവുണ്ട്, സംസാരിക്കാൻ കഴിവുണ്ട്. നമ്മുടെ വായിൽ പല്ല്, അത് ഒരു പല്ല് ഒന്ന് കേടുവരുമ്പോൾ എത്രമാത്രം നമ്മൾ വേദനിക്കാറുണ്ട്. എന്നാൽ നാം സംസാരിക്കുന്ന, നമ്മുടെ വായ തുറക്കുമ്പോൾ ഒത്തിരി പല്ലുകളുണ്ട്, 32 പല്ലുകൾ. ഇതിനെ ഓർത്ത് നാം ആരെങ്കിലും ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നുണ്ടോ? ഈ പല്ലുകൾ നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ വില നാം അറിയുന്നു. നാവ് നാം സംസാരിക്കുന്നു. ഈ നാവ് സംസാരശേഷി ഇല്ലാതെയാകുമ്പോൾ അതിൻ്റെ വില നാം അറിയുന്നു. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലുള്ളവരെ കുറിച്ച് ഇന്ന് നാം പലരും കുറ്റം പറയാറുണ്ട്. നമ്മുടെ അപ്പനെ ഓർത്ത്, അമ്മയെ ഓർത്ത് കുറ്റം പറയുന്ന മക്കളുണ്ട്. നമ്മുടെ ജീവിത പങ്കാളിയെ ഓർത്ത് കുറ്റം പറയുന്നവരുണ്ട്. നമ്മുടെ മകളെ ഓർത്ത്, മകനെ ഓർത്ത് വേദനിക്കുന്നവരും കുറ്റം പറയുന്നവരുമുണ്ട്. എന്നാൽ ഇവരുടെ ആ സാന്നിധ്യം നമ്മിൽ നിന്നില്ലാതായാൽ നാം എത്രമാത്രം വേദനിക്കും. ഇന്ന് നാം ഓരോരുത്തരെ
മനസ്സുകൊണ്ട് അകറ്റി നിർത്തിയിട്ടുണ്ട്, ഹൃദയം കൊണ്ട് അകറ്റി നിർത്തിയിട്ടുണ്ട്. ഇവർ കൊള്ളില്ല, ഇവർ ഇങ്ങനെ സംസാരിക്കുന്നു, ഇവർ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചിരുന്നു, ഇങ്ങനെ പ്രവർത്തിച്ചിരിക്കുന്നു, ഇവരൊന്നും കൊള്ളില്ല എന്ന് കരുതി നാം മാറ്റി നിർത്തിയിരിക്കുന്ന അനേകരുണ്ട്. ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയാണ് നാം ഇവരെ എല്ലാം മാറ്റി നിർത്തിയത്. അതിനാൽ തന്നെ ഇപ്പോൾ നാം മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു വലിയ സമൂഹം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നാം ഇന്ന് ഒറ്റപ്പെടുന്നു എന്ന ചിന്ത വരുന്നത്. ഒറ്റപ്പെട്ടു പോയി എന്ന ഒരു അവസ്ഥയിലേക്ക് നാം എത്തിയിരിക്കുന്നു. നാം ചിന്തിക്കും, എന്നെ സഹായിക്കാൻ ആരുമില്ല, എൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ല, ഈ വർഷം മുഴുവൻ ഞാൻ അനുഭവിച്ച വേദനകൾ, ഇനി വരാൻ പോകുന്ന വർഷം എന്തൊക്കെയാണ്, ആരാണ് എനിക്കുള്ളത് എന്നൊക്കെ നാം ചിന്തിക്കാറുണ്ട്. ഇന്ന് കർത്താവ് നമ്മോട് പറയുന്നത്, നാം മാറ്റി നിർത്തിയിരിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് നാം മാറ്റി നിർത്തിയിരിക്കുന്നവരെ മറ്റൊരു ചെറിയ ചെറിയ കാര്യം കൊണ്ട് നമുക്കൊന്ന് അവരെ അടുപ്പിച്ചു നിർത്താൻ സാധിക്കുമോ? നാം കുറഞ്ഞത് ഹൃദയത്തിലെങ്കിലും അവരെ സ്വീകരിക്കാൻ സാധിക്കുമോ? നാം ഓർത്തു നോക്കുക. എല്ലാവരോടും കർത്താവ് അരുളി ചെയ്യുന്നു, ക്ഷമിക്കുക. ഇന്ന് ഈ 2025 വർഷത്തിൻ്റെ അവസാനത്തെ പ്രഭാത പ്രാർത്ഥനയായ ഈ പ്രാർത്ഥനയിൽ നമ്മുടെ ഹൃദയത്തെ പരിശോധിച്ച് നോക്കി എല്ലാവരോടും ചെറിയ ചെറിയ തെറ്റുകൾ കാരണം, ചെറിയ ചെറിയ നഷ്ടങ്ങൾ കാരണം നാം അകറ്റി നിർത്തിയിരിക്കുന്ന ഒരു വലിയ സമൂഹത്തെ ഓരോരുത്തരായി എടുത്ത് നമുക്കിന്ന് അവരോട് ക്ഷമിക്കാനും അവരെ കൂടെ കൂട്ടാനും സാധിക്കുന്നുവെങ്കിൽ മനസ്സിലെങ്കിലും കൂടെ കൂട്ടാൻ നമുക്കിന്ന് കഴിയണം. ഇന്ന് കർത്താവ് ചെയ്ത ചെറിയ കാര്യങ്ങളെ ഓർക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, അന്തരാത്മാവ്, ഇവരിലെല്ലാം ഒരു ചെറിയ കാര്യം, ഒരു ചെറിയ കോശത്തിനൊരു വ്യത്യാസം വന്നാൽ നാം അനുഭവിക്കുന്ന വലിയ വേദനയെ ഓർക്കുക. അതിനാൽ തന്നെ കർത്താവ് ഇന്ന് നമുക്ക് നൽകിയിരിക്കുന്ന വലിയ കാര്യങ്ങൾ, ചെറുതെന്ന് നാം വിചാരിച്ച് മാറ്റിവെച്ചിരിക്കുന്ന വലിയ നമ്മുടെ ജീവിതം, ഈ ജീവിതത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. നമ്മുടെ കുടുംബാംഗങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. നാം മാറ്റി നിർത്തിയിരിക്കുന്ന ഓരോ വ്യക്തികളെ ഓർത്ത് നന്ദി പറയാം. കർത്താവേ, ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് ഞാൻ അവരെ മാറ്റി നിർത്തി. എന്നാൽ ഇന്ന് നിന്റെ നാമത്തിൻ്റെ മഹത്വത്താൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും കർത്താവേ നീ വിശ്വസ്തനാണ്. അതിനാൽ തന്നെ നിന്റെ ഓരോ ചെറിയ വാക്കുകളിൽ കൂടി ഞങ്ങൾ ഈ മാറ്റി നിർത്തിയിരിക്കുന്നവരെ വീണ്ടും സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാകുന്നു. ഞങ്ങൾ മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട് അവരെ സ്വീകരിക്കുന്നു, അവരെ സ്നേഹിക്കുന്നു, അവരോട് ക്ഷമിക്കുന്നു. ഇനി വരാൻ പോകുന്ന പുതിയ വർഷത്തിൽ ഹൃദയത്തിൽ സന്തോഷത്തോടെ, ഹൃദയത്തിൽ സ്നേഹത്തോടെ, സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ദിവസമാകാൻ, ഒരു വർഷം തുടങ്ങാൻ പോകുന്നു. അതിനാൽ ഇന്ന് കർത്താവിന് എല്ലാ ചെറിയ കാര്യങ്ങളെ ഓർത്ത് നന്ദി അർപ്പിക്കാം. നാം തള്ളിക്കളഞ്ഞ എല്ലാ കാര്യങ്ങളെയും ഓർക്കുക, നാം തള്ളിക്കളഞ്ഞവരെ ഓർക്കുക, നമ്മുടെ തന്നെ വ്യക്തിത്വത്തെ ഓർക്കുക. ഇതെല്ലാം കർത്താവ് നൽകിയ ദാനമാണ്. അതിനാൽ നമുക്ക് ഇന്നത്തെ ദിവസം മുഴുവനും കർത്താവിന് നന്ദി അർപ്പിക്കാം. ചെറിയ കാര്യങ്ങളെ ഓർത്ത് നന്ദി അർപ്പിക്കുക. വലിയ കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ നന്ദി നൽകാറുണ്ട്. എന്നാൽ നാം അവഗണിക്കപ്പെടുന്ന ചെറിയ കാര്യങ്ങൾ നമുക്ക് ഓർക്കാം, കർത്താവിന് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ ദിവസം കർത്താവെ, നീ നൽകിയ ഈ ദാനത്തെ, ഈ വർഷത്തിൻ്റെ അവസാനം വരെ എനിക്ക് ജീവിക്കാൻ നീ കൃപ നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ വർഷത്തിൻ്റെ അവസാനം വരെ എനിക്ക് ഈ ലോക കാഴ്ചകളൊക്കെ കാണാൻ എനിക്ക് കൃപ നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ വർഷത്തിൻ്റെ അവസാനം വരെ എനിക്ക് കേൾവി ശക്തി നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ വർഷത്തിൻ്റെ അവസാനം വരെ എനിക്ക് സംസാര ശേഷി നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഇന്നത്തെ ദിവസം മുഴുവനും നന്ദി അർപ്പിക്കാനായി ഞങ്ങൾ ഈ ദിവസം ഉപയോഗിക്കുന്നു. നീ നൽകിയ അനന്തമായ നന്മകളെ ഓർത്ത് ഓരോ ദിവസവും ഞങ്ങൾ അവഗണിച്ച ചെറിയ ചെറിയ നന്മകളെ ഇന്നെല്ലാം കൂടെ ഞാൻ കൂട്ടിച്ചേർത്ത് നിനക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, നന്ദി പറയാതെ ഇരുന്ന ഓരോ പ്രഭാതവും, നന്ദി പറയാതെ, ദൈവത്തിന് നന്ദി പറയാതെ ഞാൻ തുടങ്ങിയ പ്രഭാതങ്ങളെ, ഞാൻ തുടങ്ങിയ ദിവസങ്ങളെ ഓർത്ത് ഞാൻ ഖേദിക്കുന്നു. കർത്താവേ, നീ നൽകിയ അനന്തമായ കൃപയാണ് ഇന്ന് ഈ ദിവസത്തിൽ ഈ പ്രാർത്ഥനയിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. അതിനാൽ തന്നെ ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു.
പ്രഭാഷകന്റെ പുസ്തകത്തിൽ 19 അധ്യായം 1 ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: മദ്യപാനായ തൊഴിലാളി ഒരിക്കലും ധനവാനാവുകയില്ല. ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിക്കും. കർത്താവേ, ഈ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇനി മുതൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധ കൽപ്പിക്കാനും പൂർണ്ണമായി വിശ്വസ്തത കാണിക്കാനും കൂടുതൽ ശ്രദ്ധയോടെ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവേ, ഇതുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾക്ക് മാത്രമേ പ്രസക്തി നൽകിയിട്ടുള്ളൂ, വലിയ വ്യക്തിത്വങ്ങൾക്ക് മാത്രമേ പ്രസക്തി നൽകിയിട്ടുള്ളൂ. ചെറിയവരായി കാണപ്പെടുന്ന ജനങ്ങൾക്ക് ഞങ്ങൾ പൂർണ്ണമായും അവഗണിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഇന്നു മുതൽ ചെറിയവരെന്ന് ഞങ്ങൾക്ക് തോന്നുന്ന ആ വ്യക്തികളിലായിരിക്കും വലിയ നിധി ഒളിഞ്ഞിരിക്കുന്നത്. ദൈവമേ, അങ്ങനെ ഞങ്ങൾ മാറ്റി നിർത്തിയ ചെറിയ ചെറിയ ജനങ്ങളെ, വ്യക്തികളെ കർത്താവേ, ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ കൂട്ടിച്ചേർക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ നടന്ന ചെറിയ ചെറിയ സംഭവങ്ങളെ ഓർത്ത് ഇന്ന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16 അധ്യായം 10 ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും. ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും. കർത്താവേ, ഈ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇനി മുതൽ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തത പാലിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ ജോലികൾ അത് ഏറ്റവും വിശ്വസ്തയോടെ ചെയ്യുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ സംസാരിക്കുന്ന ചെറിയ ചെറിയ വാക്കുകൾ ശ്രദ്ധയോടെ സംസാരിക്കാൻ, ആ ചെറിയ ചെറിയ വാക്കുകൾ, ചെറിയ ചെറിയ വാചകങ്ങൾ തെറ്റില്ലാതെ, അത് സെൻറ്റൻസിൽ യാതൊരു അഴുക്ക് വാക്കുകളും ചേർക്കാതെ, യാതൊരു ചീത്ത വാക്കുകളും ഉപയോഗിക്കാതെ, ആ ചെറിയ സെൻറ്റൻസ് നല്ല ചെറിയ വാക്കുകൾ കൊണ്ട് അത് നല്ല മനോഹരമായൊരു വാക്കാക്കി മാറ്റാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ പറയുന്ന ചെറിയ ചെറിയ ചീത്ത വാക്കുകളെ അത് ഞങ്ങൾക്ക് തന്നെ ഏറ്റവും വലിയ ഒരു തടസ്സമായി, ജീവിതത്തിലൊരു തടസ്സമായി, തിന്മയുടെ ഒരു കൂമ്പാരമായി ഞങ്ങളെ തന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ഒരു തടസ്സമാക്കി മാറ്റിയ ഞങ്ങൾ ഉപയോഗിച്ച ചെറിയ ചെറിയ ചീത്ത വാക്കുകൾ, കർത്താവേ, അതിനെ ഞങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നു. ഇനി മുതൽ ഞങ്ങളുടെ ചെറിയ ചെറിയ വാചകങ്ങളിൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ വാക്കുകൾ അത് സത്യസന്ധതയുടെയും വിശ്വസ്തതയുടെയും സത്യത്തിൻ്റെയും നന്മയുടെയും വാക്കുകൾ ആയിരിക്കട്ടെ. അതിനാൽ തന്നെ കർത്താവിനെ പ്രീതിപ്പെടുത്താൻ കഴിയുന്ന വാക്കുകളായിരിക്കട്ടെ ഞങ്ങളുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്നത്. കർത്താവെ, എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയോടെ ജീവിക്കാൻ, ചെറിയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുവാൻ ഇന്നു മുതൽ ഞങ്ങളെ സഹായിക്കണമേ. എന്തെന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ ആക്സിഡൻ്റ് ഉണ്ടെങ്കിൽ അതൊരു വലിയ തകർച്ചയിലേക്ക് വരെ നയിക്കാം. അതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ വാക്കുകൾ, ചെറിയ ചിന്തകൾ, പ്രവർത്തനങ്ങൾ, ഇവയ്ക്കെല്ലാം ഞങ്ങൾ പ്രാധാന്യം നൽകി ഈ വർഷം കടന്നു പോകുന്നതിന് മുൻപ് കർത്താവെ, നിനക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ ഈ കൊച്ചു ജീവിതത്തെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. നീ ഞങ്ങൾക്ക് നൽകിയ വ്യക്തികളെ, ചെറിയ ചെറിയ വ്യക്തികളെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ കൂടപ്പിറപ്പുകളെ, ഞങ്ങളുടെ മാതാപിതാക്കളെ, പൂർവികരെ, ഞങ്ങളുടെ സഹോദരീ സഹോദരങ്ങളെ, ജീവിത പങ്കാളിയെ, മക്കളെ, ഞങ്ങളുടെ സുഹൃത്തുക്കളെ, അയൽവാസികളെ, ഇവരെയെല്ലാം ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഇവരെയെല്ലാം ഓരോ ചെറിയ കാര്യങ്ങൾ കൊണ്ട് ഞങ്ങൾ മാറ്റി നിർത്തപ്പെട്ടവരായിരുന്നു. അതിനാൽ തന്നെ ഇന്ന് ഈ മക്കളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. നീ നൽകിയ ഈ ജീവിതത്തെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, എത്രയോ അനന്തമായാണ് നീ ഞങ്ങളെ സ്നേഹിച്ചത്. നീ ഞങ്ങളെ കരുതി. നീ ഞങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയ കാര്യം പോലും നീ ശ്രദ്ധിച്ചു. നീ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും നീ ശ്രദ്ധാലുവായിരുന്നു. നിന്നെ സംബന്ധിച്ച് ഞങ്ങൾ ഏറ്റവും ഒരു ചെറിയ വ്യക്തിയാണ്. ഈ ചെറിയ വ്യക്തിയായ എൻ്റെ ജീവിതത്തിൽ നീ ഇത്രമാത്രം ശ്രദ്ധാലുവാണെങ്കിൽ എൻ്റെ ജീവിതം മുഴുവനും നീ എത്രമാത്രം നീ
എന്നെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യും. എൻ്റെ കർത്താവേ, നിന്റെ നന്മയെ ഓർക്കാൻ ഞാൻ മറന്നുപോയി. ഇന്ന് ഈ 2025 വർഷത്തിൻ്റെ അവസാനത്തെ ദിവസമായ ഡിസംബർ 31 കർത്താവേ, നീ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. ഇന്ന് നന്ദി നിറഞ്ഞ ഒരു ഹൃദയം, നന്ദി നിറഞ്ഞ എൻ്റെ ചെറിയ ഹൃദയം കർത്താവേ, ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. നിന്റെ നാമത്തിൻ്റെ മഹത്വത്താൽ, നിന്റെ ഹൃദയ വിശാലതയാൽ എൻ്റെ ഈ ചെറിയ ഹൃദയത്തെ നീ ഉൾക്കൊള്ളണമേ. എൻ്റെ ചെറിയ ഹൃദയത്തിലെ ചെറിയ ചെറിയ പാപങ്ങൾ, ഞാൻ ചെയ്തു കൂട്ടുന്ന ചെറിയ ചെറിയ പാപങ്ങൾ, ചെറിയ ചെറിയ തെറ്റായ വാക്കുകൾ, ചെറിയ ചെറിയ തെറ്റായ ചിന്തകൾ, ഇവയെല്ലാം കാരണം എൻ്റെ ജീവിതത്തിൽ വലിയ തടസ്സങ്ങളാണ്. മുന്നോട്ട് പോകാൻ കഴിയാത്ത വലിയ പ്രശ്നങ്ങളാണ് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ സ്ഥാപിച്ചെടുത്തത്. അതിനാൽ ഇന്നു മുതൽ ചെറിയ കാര്യങ്ങളിൽ ഞാൻ വിശ്വസ്തനായിരിക്കും. എനിക്ക് നീ നൽകിയ ഓരോ ദിവസത്തെ, ഓരോ മണിക്കൂറിനെ, ഓരോ മിനിറ്റിനെ, ഓരോ സെക്കൻഡിന് ഞാൻ വില കൊടുക്കും. ഞാൻ ഇന്ന് വരെ നഷ്ടപ്പെടുത്തിയ ചെറിയ ചെറിയ സെക്കൻഡുകൾ, മിനിറ്റുകൾ കർത്താവേ, അതൊരു വലിയ നഷ്ടമായി, വർഷങ്ങളുടെ നഷ്ടമായി എൻ്റെ ജീവിതത്തിൽ വന്നു. അതിനാൽ ഞാൻ ശ്രദ്ധിക്കാതെ പോന്ന, ഞാൻ വില കൊടുക്കാത്ത ഓരോ സെക്കൻഡുകൾക്കും ഇന്നു മുതൽ ഞാൻ വില കൊടുക്കും. ഓരോ സെക്കൻഡും ഞാൻ വിലയോടെ, വിശ്വസ്തയോടെ ജീവിക്കും. ഓരോ സെക്കൻഡും ദൈവം നൽകിയ കഴിവുകളെ ഞാൻ ഉപയോഗിക്കും. അങ്ങനെ എൻ്റെ ജീവിതം അനുഗ്രഹങ്ങളുടെ ഒരു കൂമ്പാരമായി കർത്താവേ, നീ എന്നെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇന്നു മുതൽ നല്ലൊരു ജീവിതം നയിക്കാൻ ഇന്ന് നീ എന്നെ സഹായിക്കണമേ. എന്നെക്കുറിച്ച് തന്നെ നീ എനിക്ക് ബോധ്യപ്പെടുത്തി തന്ന് ഇനി മുതൽ ആരെയും ചെറുതാക്കി കാണുകയില്ല. ഇനി മുതൽ ഒന്നും ചെറുതായി കണ്ട് അവഗണിക്കില്ല. ഇനി മുതൽ എന്നിലുള്ള ഓരോ കഴിവുകളെയും ഞാൻ ചെറുതാക്കി കണ്ട് അവഗണിക്കത്തില്ല. മറ്റുള്ളവരുടെ കഴിവുകളെ ഞാൻ വലുതാക്കി കാണുകയും എന്നിലുള്ള ചെറിയ ചെറിയ കഴിവുകളെ ചെറുതാക്കി കാണുകയും ചെയ്യുന്ന എൻ്റെ ഈ മനോഭാവം കാരണം കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉയരാൻ സാധിച്ചില്ല. അതിനാൽ ഇനി മുതൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നതിനു പകരം എൻ്റെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ഞാൻ ശ്രദ്ധിക്കും. എൻ്റെ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിച്ച് ചെറിയ ചെറിയ കഴിവുകൾ എനിക്ക് കർത്താവ് നൽകിയത് ഞാൻ അത് ഉപയോഗിക്കും. അങ്ങനെ വലിയ അനുഗ്രഹങ്ങളുടെ ഒരു നേട്ടമായി എൻ്റെ ജീവിതം മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനായി കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ചെറിയ ചെറിയ ആവശ്യങ്ങളെ ഇന്ന് നീ കാണുകയും അവരെ നീ സഹായിക്കുകയും ചെയ്യണമേ. നിന്റെ വലിയ അനുഗ്രഹങ്ങളാൽ, വലിയ ശക്തിയാൽ ഞങ്ങളെ ഇന്ന് നിറയ്ക്കണമേ. കർത്താവെ, എപ്പോഴും ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തത കാണിക്കാൻ, നീതിപൂർവം ചെറിയ കാര്യങ്ങളെ കാണാൻ, ജീവിക്കാൻ ഇന്നു മുതൽ ഞങ്ങൾക്ക് കൃപ തരണമേ. ദൈവമേ, ഈ കഴിഞ്ഞ വർഷം മുഴുവനും നീ ഞങ്ങളെ കാത്തു പരിപാലിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് വേണ്ടി നൽകിയ ഈ ജീവിതത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഈ ജീവിതത്തിലെ ഓരോ അവസ്ഥകളെയും ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങേക്ക് സർവ്വ മഹത്വവും ആരാധനയും ഞങ്ങൾ അർപ്പിക്കുന്നു. ഇന്നത്തെ എല്ലാ കാര്യങ്ങളും നീ ക്രമീകരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഒരു പുതുവർഷം ഞങ്ങൾക്ക് കാണുന്നതിന് മുൻപ് ആ പുതുവർഷത്തെ അഭിമുഖീകരിക്കാൻ സ്നേഹത്തോടെ, ഭക്തിയോടെ, ദൈവവിശ്വാസത്തോടെ, ദൈവഭയത്തോടെ ഈ പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഈ പുതുവർഷം പല രീതിയിൽ വ്യക്തികൾ ആഘോഷിക്കുന്നുണ്ട്. എന്നാൽ ഞങ്ങൾക്ക് ആവശ്യം നിന്റെ ജ്ഞാനം സ്വീകരിക്കുന്നതിലൂടെ പുതുവർഷം ജീവിക്കാൻ, നല്ല രീതിയിൽ ജീവിക്കാൻ, കർത്താവിൻ്റെ ജ്ഞാനം കൊണ്ട് ജീവിക്കാൻ തുടങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ നൽകിയ സകല നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ഈ ഹീലിംഗ് പ്രേയേഴ്സ് ചാനലിനെ ഓർത്ത് ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെ, സബ്സ്ക്രൈബേഴ്സിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ വീഡിയോ പലർക്കായി അയച്ചു കൊടുക്കുന്നവരെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളെ ഏതെങ്കിലും തരത്തിൽ സപ്പോർട്ട് ചെയ്ത എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾക്ക് നൽകിയ സാമ്പത്തിക സഹായം, ആൾ സഹായം, മറ്റ്
എല്ലാ സഹായങ്ങളെയും ഓർത്ത്, പിന്തുണയെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രാർത്ഥിക്കാൻ നൽകിയ അവസരങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ഈ പ്രാർത്ഥന കേൾക്കാൻ ആളുകളെ നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ പ്രാർത്ഥനയിലൂടെ നീ അനേകരുടെ ഹൃദയം സ്പർശിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. അനേകരെ ദൈവമാർഗത്തിലേക്ക് തിരികെ കൊണ്ടുവന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷയെ, കൗൺസിലിംഗ് ശുശ്രൂഷയെ, വചനപ്രഘോഷണ ശുശ്രൂഷയെ, പ്രാർത്ഥനാ ശുശ്രൂഷയെ എല്ലാം നീ അനുഗ്രഹിച്ചിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഇന്ന് നീ ഉത്തരം നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്ത് ഇത് ലോകം മുഴുവനും എത്തിക്കുന്നതിന് നീ ഇടയാക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുകയും എല്ലാ കാര്യങ്ങളിലും നീ ഇടപെട്ട് ഞങ്ങളെ സഹായിക്കുകയും ഇന്ന് ഞങ്ങളുടെ യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ എല്ലാം സംരക്ഷിക്കുന്നതിനെയും ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, നീ ചെയ്ത നന്മകളെ ഓർത്ത് നന്ദി പറയാൻ ഈ ജീവിതം തന്നെ തികയുകയില്ല. ഈ ജീവിതം മുഴുവൻ എടുത്താലും അത് തികയുകയില്ല. അതിനാൽ തന്നെ കർത്താവേ, ഞങ്ങളുടെ ഈ കൊച്ചു ജീവിതത്തിൽ നീ ചെയ്ത വലിയ കാര്യങ്ങളെ ഓർത്ത് നിനക്ക് കോടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം സകല നന്മകളാലും നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും ചേർത്തു വെച്ച് കർത്താവിനു വേണ്ടി ഇനി മുതൽ ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.